ആനന്ദ്, അമ്മേ, നിന്റെ വിഷമമൊക്കെ മാറിയില്ലേ? വിഷമിക്കാനായി മറ്റെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പറയണം. ഏയ്, അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, കല്യാണി ഇവിടെ വരാത്തതിൽ നിനക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ അത് മാറിയില്ലേ? അതാ അമ്മ ഇങ്ങനെ ചോദിച്ചേ. അമ്മയ്ക്ക് വലുത് നിന്റെ സന്തോഷമാണ്. അതാ ഗുരുജി പറഞ്ഞിട്ടും കേൾക്കാതെ നിന്റെ ആഗ്രഹം നടത്തി തന്നത്. അപ്പൊ ഗുരുജി പറഞ്ഞുകൊണ്ടാണ് അമ്മ കല്യാണിയോട് വീടിനകത്ത് കയറണ്ടെന്ന് പറഞ്ഞല്ലേ? അല്ലാതെ അമ്മയ്ക്ക് കല്യാണിയോട് സ്നേഹക്കുറവൊന്നുമില്ലല്ലോ. അതല്ലമ്മേ, അമ്മയ്ക്ക് കല്യാണിയോട് പേഴ്സണലായിട്ട് ഇഷ്ടമുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ചോദിച്ചേ ഉള്ളൂ, വേറെ ഒന്നല്ല. അഖിലാന്റിക്ക് കല്യാണി ഒത്തിരി ഇഷ്ടം. അതാ അവളെ കൊണ്ട് തന്നെ മെഹന്തി ഇടിയിപ്പിക്കുന്നത്. കല്യാണി ഇടുന്ന മെഹന്തിയിൽ ചുണ്ണാമ്പ് കലർത്തണം. എന്നോടുള്ള ദേഷ്യത്തിൽ കല്യാണി മനഃപൂർവ്വം ചുണ്ണാമ്പ് ചേർത്തതാണെന്ന് വരുത്തി തീർക്കാൻ നമുക്ക് പറ്റിയ കല്യാണി എന്നേക്കുമായി തൃച്ചംബരത്ത് നിന്നും ഔട്ട്. ഐഡിയ സൂപ്പർ. കൈ അല്പം പൊള്ളി അടർന്നാലും സാരമില്ല, അവള് പുറത്താകണം. അതാ എന്റെ ലക്ഷ്യം. എല്ലാവരെക്കാളും എനിക്ക് ഇഷ്ടക്കൂടുതൽ കല്യാണിയോടാ. ഈ വീട്ടിലുള്ള മറ്റു ജോലിക്കാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ജോലിക്കാരി കല്യാണിയാ. മനസ്സിലായില്ലേ? ഒരു ജോലിക്കാരി എന്ന നിലയിൽ എനിക്കിഷ്ടം കല്യാണിയാണെന്ന്. എന്താ ഇവിടെ? എന്താ എന്താന്ന്? മതസൗഹാർദ്ദമാണോ ലക്ഷ്യം? കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അല്ലല്ല, അതത്ര എഫക്റ്റീവ് ആയില്ല. കസ്റ്റമേഴ്സിനെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാവണം ഓരോ പരസ്യങ്ങളും. വേണമെങ്കിൽ പുതിയ ഏതെങ്കിലും അഡ്വർടൈസിംഗ് കമ്പനികളെ പരിഗണിക്കാവുന്നതേ ഉള്ളൂ. ശരി ശരി, മെയിൽ ചെയ്തേക്കാം. ഓക്കെ കല്യാണി, ഒരു മിനിറ്റ്. ഞാൻ നിന്നെ കാത്തു നിൽക്കായിരുന്നു ഇവിടെ. എന്നെയോ? എന്തു പറ്റി വലിയ? നിന്നെ കാത്തു നിൽക്കുന്നതിന് എനിക്ക് എന്തെങ്കിലും കാരണം വേണോ കല്യാണി? ഇന്ന് നടന്നൊക്കെ ആലോചിക്കുമ്പോ വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു കല്യാണിക്ക്. വല്യുഞ്ഞ് എന്തൊക്കെയായി പറയണേ? അതിനുവേണ്ടി എന്താണ്ടായേ? നിന്നെ വെറും ഒരു വേലക്കാരിയെ പോലെ. എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാ വല്യുഞ്ഞ് ഇങ്ങനെ പറയുന്നേന്ന്. ഗംഗയുടെ കാല് കഴിച്ചതുകൊണ്ടല്ലേ? എന്നെ സംബന്ധിച്ച് അതൊരു ഭാഗ്യ. വല്യുഞ്ഞ് ഒരുപാട് വർഷം ജീവിച്ചിരിക്കണം. നിന്റെ നാവ് ഫലിക്കണമെങ്കിൽ എന്റെ നിഴലായി നീ ഉണ്ടാവണം കൂടെ. വാ. എന്റെ മനസ്സിൽ നീ ഉണ്ടെന്ന് കാണിച്ചു തന്നത് ഈ ദേവിയ. ഈ ദേവി എനിക്ക് വിശ്വാസമാണ്. ഈ ദേവിയെ സാക്ഷി നിർത്തി ഞാൻ നിനക്കൊരു സത്യം ചെയ്തു തരാൻ പോവാ. അമ്മ തീരുമാനിച്ച ദിവസം അതേ മുഹൂർത്തത്തിൽ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും.
ഇത് സത്യം. വല്യുഞ്ഞെ, കല്യാണി വന്നോ? എന്താ വല്യുഞ്ഞ് ഫോൺ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? വരാൻ പറഞ്ഞതിന് ഒരു കാര്യമുണ്ട് കല്യാണി. ആ ഗംഗയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു മാർഗം കിട്ടിയിട്ടുണ്ട്. അതെന്ത് മാർഗ വല്യുഞ്ഞെ? പറയാം. അതിനെ ഞാൻ കല്യാണിയെ വിളിച്ചത്. ആ ഗംഗയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു മാർഗം കിട്ടിയിട്ടുണ്ട്. അതെന്ത് മാർഗ വല്യുഞ്ഞെ? പറയാം. അതിനെ ഞാൻ കല്യാണിയെ വിളിച്ചത്. ഇതെന്താ വല്യുഞ്ഞെ? ഇത് വെച്ച് വേണം ഗംഗയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടെത്താൻ. ഇത് വെച്ച് എങ്ങനെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കണേ? ഇതൊരു മൈക്ക കല്യാണി. ഇത് ഗംഗയുടെ മുറിയിൽ അവൾ അറിയാതെ ഗംഗയുടെ ശ്രദ്ധയിൽപ്പെടാത്ത എവിടെയെങ്കിലും ഈ മൈക്ക് ഒളിപ്പിച്ചു വെച്ചാൽ ഗംഗ ഫോണിലൂടെ സംസാരിക്കുന്നൊക്കെ റിസീവർ വഴി എനിക്ക് എന്റെ റൂമിലിരുന്ന് കേൾക്കാൻ പറ്റും. ഗംഗ ആരോട് സംസാരിക്കുന്നെന്നും എന്തൊക്കെയാണ് അവളുടെ പ്ലാനെന്നും എനിക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഐഡിയ കൊള്ളാം വല്യുഞ്ഞെ. പക്ഷേ ഈ മൈക്ക് ഗംഗയുടെ മുറിയിൽ എങ്ങനെ വെക്കും? ആര് വെക്കും? അതല്ലേ പ്രശ്നം. നീ കൊണ്ടുവയ്ക്കണം. ഞാനോ? അതേ കല്യാണി, ഗംഗയുടെ മുറിയില് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പോകുന്നത് ആരെങ്കിലും കണ്ടാതെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അന്ന് ജാതകം എടുക്കാൻ കയറിയത് തന്നെ നീ ഇവിടെ ഇല്ലായിരുന്നതുകൊണ്ട്. അത് ശരിയാ വല്യുഞ്ഞെ. വല്യുഞ്ഞ് ഗംഗയുടെ മുറിയിലൊന്നും പോണ്ട. അരവിന്ദിനെയോ സുബ്രുവിനെയോ അയക്കാനും പറ്റില്ല. നിനക്ക് മാത്രമേ പോകാൻ പറ്റൂ. അതുകൊണ്ട് നീ ആരും അറിയാതെ ഗംഗയുടെ മുറിയിൽ ചെന്ന് ഈ മൈക്ക് എവിടെയെങ്കിലും കാണാത്ത രീതിയിൽ ഫിക്സ് ചെയ്യണം. ഒരുപക്ഷെ ഗംഗയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആരെങ്കിലും കണ്ടാൽ തന്നെ മുറി ക്ലീൻ ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കണ്ടോ? കണ്ടില്ലെങ്കിൽ കൺകുളിർക്കി കാണുന്നേ. ഈ ദേഹത്ത് കിടക്കുന്നത് വെറും തങ്ക ആഭരണങ്ങളല്ല, തൃച്ചംബരത്തെ മൂത്ത മരുമകൾ എന്ന അടയാളപ്പെടുത്തല. ഇപ്പൊ നിന്റെ മുന്നിൽ നിൽക്കുന്നത് വെല്ലുവിളി ജയിച്ച ഗംഗയാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് നിന്റെ മാത്രം കുത്തകയല്ലെന്ന് മനസ്സിലായില്ലേ നിനക്ക്? എത്ര വേണമെങ്കിലും സ്വപ്നം കണ്ടോ, പക്ഷെ ഉണർന്നെഴുന്നേക്കുമ്പോ അത് വെറും സ്വപ്നങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയണം. അല്ലെങ്കിൽ ഒരു ജന്മം വെറുതെ പാഴായി പോവും. മനസ്സിലായില്ലേ? അവനവന്റെ നില മറന്ന് ആഗ്രഹിക്കരുതെന്ന്. ഇതുകൊണ്ട് നിർത്തിക്കോ, അല്ലാതെ ഇനിയും എന്നെ വെല്ലുവിളിക്കാൻ ഇറങ്ങി തിരിച്ചാ ഇപ്പൊ നിന്റെ കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണീരിന് പകരം രക്തം പൊടിയും. ഓർമ്മ വെച്ചോ നീ. എന്തുപറ്റി കല്യാണി? നീ എന്താ ആലോചിക്കുന്നത്?
ഇപ്പൊ തന്നെ അങ്ങ് ചെയ്താലോ എന്ന് ആലോചിക്കണേ. ഹ,